ബുക്ക് ഇൻട്രോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം. കീനെ റംഗ്ലു. മാലി ഭാഷയിൽ എന്തുണ്ട് വിശേഷം, സുഖല്ലേ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഇത് രചിച്ചത് ലാൽ രഞ്ജിത്ത്. അധ്യാപകനായി മാലിദ്വീപിൽ എത്തിപ്പെട്ട രഞ്ജിത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകം. രഞ്ജിത്ത് മാതൃഭൂമി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ കതിരവൻ ആണ് അവതാരിക എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിശദമായ ലാൽ തന്നെ നമ്മളോട് സംസാരിക്കും. ലാൽ, ഒരു നാട്ടിലെത്തിപ്പെടുക. അപ്പം അവിടുന്ന് നമുക്ക് അറിയാത്തൊരു നാട്, അറിയാത്ത ഭാഷ. അപ്പോൾ അവിടുന്ന് അവർ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് കീനെ. അപ്പം നമ്മളൊക്കെ എല്ലാവരും ഉത്തരം പറയുന്നു റംഗ്ലു. ഞാനും പറഞ്ഞു റംഗ്ലു. സുഖമായിരുന്നില്ല, പക്ഷേ അങ്ങനെ പറയാനേ പറ്റുമായിരുന്നുള്ളൂ. കാരണം ആ നാട്ടിലെ ഭാഷ എനിക്ക് ആകെ അറിയുന്ന 2 വാക്കുകൾ, ഒന്ന് കീനയും ഒന്ന് റംഗ്ലുവായിരുന്നു. ഞാനിവിടുന്ന് 2004 സുനാമീൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ മാലിയിലെത്തിയ ഒരാളാണ്. അന്ന് അവിടെ കുറേ ഓപ്പർച്യൂണിറ്റി വന്നു ടീച്ചേഴ്സിന്. അപ്പം നമുക്കൊക്കെ അന്നിവിടെ ടീച്ചിങ് ആണെങ്കിലും സാലറി എല്ലാം കുറവാണ്. അപ്പം അതിൻ്റെ ഒരു ക്രൈസിലങ്ങ് കയറിയതാണ് മാലിയിലേക്ക്. പക്ഷേ അവിടുത്തെ ഒരു ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടൊക്കെ ഒരു വലിയ മാറ്റമുള്ള സ്ഥലമായിരുന്നു ശരിക്കും വന്നത്. കാരണം അത് എന്താ പറയുക, ഒരു ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു 17 ഏക്കർ മാത്രമുള്ള ഒരു ദ്വീപ്. ഏകദേശം നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒരു റൗണ്ട് ആ ഒരു മാത്രമേ ഉള്ളൂ. ഒരു 450 മീറ്ററാണ് അതിൻ്റെ ഡയമീറ്റർ മാക്സിമം. അപ്പോൾ അതിനുള്ളിൽ നമ്മളെ ചെന്നിട്ടിട്ട് ആ കപ്പലങ്ങ് പോയി, ഒരു ഫെറി അങ്ങ് പോയി. പിന്നെ നമ്മളെ ലോകം അതായി മാറുകയാണ്. ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ ജയിൽ. അപ്പോൾ അതിൽ വലിയ സ്കൂളാണ്, ജോലിയുണ്ട്, 2000 പേര് താമസിക്കുന്ന ഒരു സ്ഥലം. നമ്മൾ 10-20 പേര് അധ്യാപകർ, എക്സ്പാട്രിയേറ്റ്സ്, കുറച്ച് പുറത്തുള്ള ശ്രീലങ്കക്കാർ, ഓസ്ട്രേലിയ, അങ്ങനെ കുറേ സിറ്റിസൺസൊക്കെ ഉണ്ട്. ആ ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ അതിജീവനത്തിൻ്റെ ഒരു കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ കീനെ റംഗ്ലു. ഞാൻ 2 വർഷം അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 വർഷത്തെ കഥയിലെ ഒരു വർഷമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ദ്രൻ കതിരവനാണ് ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയത്. അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവനവനിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ജീവിതം വീക്ഷിക്കുകയാണ് ലാൽ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഈ എഴുത്തിനുണ്ട്. അപ്പം ലാൽ അനുഭവിച്ച ജീവിതം ലാൽ ഒരു 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 നിരീക്ഷകനെ പോലെ അതിനെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം ഈ ഉടനീളം ഈ പുസ്തകത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അരിയേട്ടാ, നമ്മളെ ഇപ്പോഴത്തെ ജീവിതം നമ്മളൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പറയുമ്പം നമ്മൾ ശരിക്കും വീണ്ടും ആ ഒരു കാലത്ത് ജീവിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അത് നമ്മളൊരു മാറി നിന്ന് നമ്മളെ കാണുക തന്നെയാണ്. ആ പോകുന്നത് ഞാനാണല്ലോ, ആ കരയുന്നത് ഞാനാണല്ലോ, അവിടുന്ന് ജീവിക്കാൻ തത്രപ്പാട് പെടുന്നത് ഞാനാണല്ലോ. പക്ഷേ ഈ ഞാനല്ല അത് എന്ന് എനിക്ക് ശരിക്കറിയാം. പക്ഷേ എന്തായാലും അത് ഒരു കാലത്തെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്ത് എഴുതുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നോൺ ഫിക്ഷൻ എഴുതുന്നതിന് വലിയ പ്രയാസമാണ് ശരിക്കും അനുഭവിച്ചത്. ഫിക്ഷൻ നമുക്ക് നമ്മളതായിട്ടുള്ള വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാം. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പറയേണ്ടി വരുമ്പം ഒരു കഥയല്ല, അത് ഒരു സംഭവമാണ്. അത് പക്ഷേ നേരിട്ട് പറയുമ്പോൾ അത് ആ ഒരു ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ അത് ആൾക്കാർ വായിക്കണമെന്നില്ല. ആൾക്കാർക്ക് ഒരു കെട്ടുകഥയായി തോന്നുകയും ചെയ്യും. അപ്പോൾ അതിലെഴുതുന്നത് കുറച്ച് ശ്രമകരമായ ഒരു സംഭവമായിരുന്നു. അതാണ് ഇന്ദ്രൻ കതിരവൻ ആ ഒരു തരത്തിൽ ഇത് ചൂണ്ടിക്കാട്ടിയത്. കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ നിന്ന് പെട്ടെന്ന് മാലിയിൽ നിന്ന് കഥ പറയുകയാണെങ്കിലും ലാൽ പെട്ടെന്ന് പന്തലാനിയിലെത്തും. അത് കൊയിലാണ്ടിയിലുള്ള അനുഭവം, കോളേജിലുള്ള അനുഭവം, ഒരു ട്രെയിനിലുള്ള അനുഭവം, നമ്മൾ ഒരർത്ഥത്തിൽ ഗൃഹാതുരം എന്ന് നമ്മൾ പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഇവിടെ മിസ് ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലേക്ക് മാലിയിൽ നിന്ന് അടുത്ത സെക്കൻഡിലേക്ക് ലാലിക്കോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മാലി വന്നു, അതിനുശേഷം നിങ്ങളോട് സംസാരം വന്നു, നമ്മൾ മാനാഞ്ചിറയിൽ പോയത് വന്നു, മാനാഞ്ചിറെ പറ്റി പറയുമ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇതൊക്കെ വരുന്നുണ്ട്. അതേ ക്രാഫ്റ്റിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ആസ് ഇറ്റ് ഈസ്. ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് മീൻ പിടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ രാമകൃഷ്ണേട്ടനും ബന്ധലൈനിയുടെ മീൻ പിടുത്തമൊക്കെ ഓർമ്മിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്നെ പെട്ടെന്ന് നമ്മൾ അവിടത്തേക്കുള്ള കാര്യം തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും വന്നു ചേർന്നിട്ടുള്ള ഒരു വരിയാണ്. അതിനൊരു പർപ്പസ്ഫുള്ളി അതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇറ്റ് ഹാപ്പൻസ്, അതങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ചിലങ്ങനെ നെയറോ റൈറ്റിംഗ്, ഇപ്പോൾ ഒരു പാരലൽ പോലത്തെ ഒരു സ്ട്രീം ലൈൻ റൈറ്റിങ്ങിനെക്കാട്ടും നമുക്ക് പെട്ടെന്ന് ഇവിടുന്നൊരു കോൾ വരുന്നു. ഇവിടുന്നൊരു കോൾ വന്നിട്ട് സുനാമി അലേർട്ട് സമയത്ത് ഞാൻ അവിടെ ഒരു ദ്വീപിൻ്റെ അവിടെ മീൻ പിടിക്കുകയാണ്. അപ്പം ഒരു അൺഇൻഹബിറ്റഡ് ഒരു ഐലൻഡിൽ മീൻ പിടിക്കാൻ ഇരിക്കുന്ന ഒരാൾ ചൂണ്ടെങ്ങനെ അറിയാൻ നിൽക്കുമ്പോഴാണ് അമ്മ വിളിച്ചു പറയുന്നത് ഒരു സുനാമി അലേർട്ട് ഉണ്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊന്നും ഞാനത് അറിയിച്ചിട്ടില്ല.
കാരണം അത് അറിയിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം ആകെ ചെയ്യാൻ പറ്റുക ഒന്ന് മോളെ വിളിച്ചു നോക്കുക, വൈഫിനെ വിളിച്ചു നോക്കുക, വീട്ടിലെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. അങ്ങനെ റേഞ്ച് കിട്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ അവിടുന്ന് അവിടെ എന്താണോ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അങ്ങോട്ട് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ചില ഓപ്ഷൻസുകളാണ് ശരിക്കും ജീവിതത്തെ നിശ്ചയിക്കുന്നത് ഞാനതിൽ പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഇല്ലാണ്ടാവുമ്പോൾ എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ എന്താ പറയില്ലേ, പരിചിതമായ രൂപങ്ങൾ തരുന്ന ഒരു സ്യൂഡോ സെക്യൂരിറ്റി ഉണ്ട്. അതിപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഒന്നും ഇല്ല ശരിക്കും വേണം. പക്ഷേ പരിചിതമായ രൂപങ്ങൾ തരുന്ന ഒരു സെക്യൂരിറ്റി നമുക്ക് പലപ്പോഴും അത് നമ്മളെ വല്ലാതെ അങ്ങ് കൊണ്ടുപോകും. അതാണ് അവിടെ നഷ്ടപ്പെടുക. അപ്പം നമ്മൾ റൂമാണെങ്കിൽ നമ്മൾ റൂമിലേക്ക് എത്തും. റൂമിലൊന്നും തരാനൊന്നും ഇല്ലെങ്കിലും ആ റൂം എത്തി നമുക്കൊരു സുഖമാണ്. റൂമിലെത്തി അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവൻ ഒരു ലൈഫ് ജാക്കറ്റ് ആകെ ഉണ്ടാവുക. അപ്പോൾ ലൈഫ് ജാക്കറ്റിന് മാക്സിമം നമ്മൾ സുനാമിയിൽ നിന്ന് അതിജീവിക്കാനുള്ള കരുത്തില്ല. അത് ഒരു മൺകൂനിൻ്റെ മുകളിൽ കൂടി വെള്ളം കയറി ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ സുനാമി കാണുപോലും ഇല്ല ഈ ഒരു ചെറിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു രീതിയിലാണ് ആ ഒരു ക്രാഫ്റ്റ് വന്നിട്ടുള്ളത്. അത് എഴുതുന്നത് ഇങ്ങനെ എഴുതി പോയ സമയത്ത് പിന്നെ എവിടേക്കൊക്കെ ഓർമ്മ പോയപ്പോൾ ആ ഓർമ്മകൾ കൂടെ ചെയ്തു. നമ്മൾ പന്തലായ അമ്പലത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് ശാരിയാവില്ല അവിടുത്തെ ഒരു പിന്നെ നമ്മളെ ഒരു ഇല കണ്ടപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഇലഞ്ഞിത്തറ മേളവും പിന്നെ ഇതൊക്കെ തോന്നുന്നൊരു ഒരു സീൻ അവിടെ ഞാൻ എഴുതിയത്. കാരണം അതെല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം കോവലേട്ടൻ്റെ ഓറയിലും ചോരയും പിന്നെ വത്തക്ക വെള്ളത്തിൻ്റെ പറ്റലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ഒരു ചാരിയ ഉത്സവത്തിൻ്റെ ആ പൊടിയുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനത്തെ പൊടികളൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും. ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏകാന്തതയുടെ, ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ പുസ്തകത്തിൽ അത് ഉടനീളം വരുന്നുണ്ട്, ആ ഒരു ഒറ്റപ്പെടൽ. എന്തായിരുന്നു, എങ്ങനെയാണ് അത് അനുഭവിച്ചത് അവിടെ? ദ്വീപ് ശരിക്കും ഒരു ഒറ്റപ്പെടലിൻ്റെ മെറ്റഫർ എന്ന് തന്നെ പറയാം. അത് നമ്മളിപ്പം കാൽപ്പനികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ നടുവിൽ ഒരു ചെറിയ സ്ഥലം, അപ്പം കുറേ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം, അത് തന്നെയാണല്ലോ ദ്വീപ്. അപ്പം നമ്മൾ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നതും അതിലും ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. ഒരു 7 o'clock to 1 o'clock അവിടെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ആ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു പണിയും ചെയ്യാനില്ല. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇപ്പം 10 മിനിറ്റൊക്കെ പോകണമെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കും. 10 മിനിറ്റ് കഴിയണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ 4 മണിയായി, 4:30 ക്രിക്കറ്റ് കളി തുടങ്ങും. അപ്പോൾ 4:30 ആവാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അധികമാണെന്ന് ഞാൻ ശരിക്കും അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീലിംഗാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് വായിക്കുന്ന ഒരാൾക്ക് അങ്ങ് ഫീൽ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സമയങ്ങളൊക്കെ നമ്മളിവിടെ എത്ര മനോഹരമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചൊരു സംഭവം. ഇതിലൂടെ ഒറ്റപ്പെടലിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ള ഒരു സുഗമമായ ജീവിതമാണ്. അതിലെന്തൊക്കെ ഇൻട്രാക്ഷൻസ് വരുന്നു പോകുന്നു. മറ്റേ നമുക്ക് ഒരാൾ പിടിച്ചു വെച്ചിടാൻ നീ കുറച്ച് നേരം എന്നോട് സംസാരിക്കുമെന്ന് പറയേണ്ടി വരും. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാം. അപ്പോൾ എനിക്ക് അവിടെ ഒരു മിസ് കോൾ വരാറുണ്ടായിരുന്നു. ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മിസ് കോൾ ആ മിസ് കോളിനെ പോലും നമ്മൾ പ്രണയിച്ചു പോകും. കാരണം ഒരു മനുഷ്യന് ആ മനുഷ്യജീവികളുടെ ശബ്ദം കേൾക്കാൻ തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് മലയാളം കേൾക്കാൻ തോന്നുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവരെന്നെ വിളിക്കുന്നത് ഞാനൊന്നല്ല എന്ന് പറയും. പിന്നെ ഞാനല്ല എന്ന് പറയാറില്ല. അവരിങ്ങനെ കുറേ കഥ പറയും. അപ്പോൾ ഞാനങ്ങനെ കേൾക്കും. അപ്പോൾ അവിടെ നിന്ന് അതിൽ പൈസയാണ് അവിടെ നിന്ന് അയക്കുക. അപ്പോൾ ആ മിസ് കോൾ പോലും നമുക്ക് ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഒരു സാധ്യതയാണ് അവിടെ നിന്ന് മാറ്റിത്തരുന്നത്. വെറുതെ ഒരു കോള്, മിസ് കോളല്ല, മീൻസ് റോങ് കോൾ. എന്നെ അറിയാത്ത ഒരാളാണ്, എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷേ ഞാനല്ലാതെ എനിക്കും അറിയാം, അവർക്കും അറിയാം. ഒരു വർഷത്തിലുടനീളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താനേ അത് നിന്നുപോയി എനിക്ക് തോന്നുന്നു. അതുപോലെ അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് പിന്നെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കൊരു ജീവിതം അവിടെ ഒരു ദ്വീപിനുള്ളിൽ. ഞാനിവിടുന്ന് ചിത്രമൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പെയിൻറ്റൊക്കെ എടുത്തിട്ട് പോയത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ജീവിതം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വർക്കുകളൊന്നും നടക്കില്ല. നമ്മൾ പറയും അത് ഭയങ്കര സംഭവങ്ങൾ പറഞ്ഞാൽ ഒരു ഏകാന്തത, അപ്പുറത്ത് എല്ലാ 4 ഭാഗത്തും കടലിലെ സൺസെറ്റും സൺറൈസൊക്കെ ഒരേ സ്ഥലത്ത് കാണുന്നു. മടുത്തു പോകും. എല്ലാ ദിവസവും സൺസെറ്റ് കണ്ടാൽ അതുപോലെ ബോർ വേറെയില്ല. ലാൽ ഒരു ചിത്രകാരൻ കൂടിയാണല്ലോ. അതിൻ്റെ ഒരു സ്വഭാവം ഈ എഴുത്തിനുണ്ട്. വളരെ ദൃശ്യഭംഗി നിറഞ്ഞ ഒരു തരം നറേഷനാണ് ഈ പുസ്തകത്തിൽ അനുഭവപ്പെടുന്നത്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം ശരിക്കും വായനക്കാർക്കാണ് ഒരു പക്ഷേ തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴത് ഞാൻ വേറൊരാളായിട്ടിരുന്ന് വായിക്കുമ്പോൾ, ഇപ്പം ഞാനത് ഈ ബുക്ക് ഞാൻ എഴുതിയല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു വായനക്കാരൻ മാത്രമായിട്ട് വായിക്കുമ്പോൾ ഞാനൊരു തെങ്ങിനെ, അവിടുത്തെ ഒറ്റ തെങ്ങിനെ കണ്ടൊക്കെ എഴുതിയത് ഡാർക്ക് ടാൻ കളറിലുള്ള ഒരു കുഞ്ഞു തെങ്ങ്. നിറങ്ങളെ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷേ ഞാൻ പലപ്പോഴും കാണുന്നത്, ഒരാളെ കാണുമ്പോൾ അയാളെ മുഖത്ത് വരുന്ന ഷെയ്ഡ്സ് ആയിരിക്കും ഞാൻ കാണുക.
അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രതലത്തിലെ ഒരു പ്രതിബിംബം കാണുമ്പോൾ ഞാൻ കാണുന്നത് അതിന് പ്രതിബിംബങ്ങളുടെ ഓളങ്ങളിൽ എങ്ങനെയാണ് കളർ ടോൺസ് ആയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ എൻ്റെ എഴുത്തിൽ ആ കളർ ടോൺസ് എല്ലാം വന്നു വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു ദൃശ്യത അതിൻ്റെ അതിന് ആൾക്കാർ മാനക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു അങ്ങനെ ഒരു എഴുതുന്നത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ഇപ്പോൾ ഒരു ഇല കാണുകയാണെങ്കിൽ നമ്മൾ ഇലേൻ്റെ മുകളിലത്തെ ഞരമ്പുകൾ അതിനുള്ളിലെ ഷെയ്ഡ്സും ഒക്കെയാണ് നമ്മളുള്ളിലേക്ക് കയറുക. അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു തോന്നൽ അതിലുണ്ടാവും. അതുകൊണ്ടാവണം എഴുത്തിൽ അങ്ങനെ വന്നതും. എന്താണ് മാലിദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ത്യക്കാരോടുള്ള സമീപനം? അവർക്ക് നമ്മൾ രാജ്യമെന്ന് പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു, നമ്മളെ അടുത്ത് കാണുന്ന കിക്കുമിനി എന്ന ഒരു വലിയൊരു ദ്വീപുണ്ട്, അതിൻ്റെ എത്ര പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നല്ല, അതിൻ്റെ ലക്ഷം കിക്കുമിനികളാണ് എൻ്റെ രാജ്യം, മഹാരാജ്യമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കത് ഭാവനയിൽ പോലും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു രാജ്യം എന്നത്. അവരെ കാണുന്ന വിസിനിറ്റിയിൽ മാക്സിമം പോയ വലിയൊരു ദ്വീപിൻ്റെ കുറച്ചുകൂടി വലുതെന്നല്ലാതെ അവർക്ക് കാണാൻ പറ്റില്ല. പിന്നെ മലയാളികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് അവർക്ക് അറിയില്ല. എല്ലാ ഭാഷയും നമ്മൾ മലയാളീസ് തമിഴ് എല്ലാവരോടും ഉണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻസ് എന്ന് അവർക്കറിയാം. ഇന്ത്യൻസൊക്കെ ആയിട്ട് നല്ല ടേംസിലാണ്. അവർക്കത് പൊതുവേ അവരൊരു ഐലൻഡ് ട്രൈബ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു നിഷ്കളങ്കതയും പിന്നെ തനിമയും ഒക്കെ അവർക്കുണ്ട്. അവർ ദേഷ്യം പിടിക്കില്ല. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊച്ചിട്ട് ആരോടെങ്കിലും ഇപ്പം ഹൗസ് ദായിരുന്നൊക്കെ ചോദിച്ച് അടിയൊക്കെ ഇടാൻ പോകുമല്ലോ. നമ്മൾ സാധാരണ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഗറുണ്ട്. അപ്പോൾ അവർക്ക് ആകെ ബേജാറാവും. അവർ പറയും ഇങ്ങനൊന്നും സംസാരിക്കുന്നത് വളരെ കൂളാവണം. കാരണം നമ്മളതായിട്ടുള്ള ലൈഫിൽ കണ്ടിട്ടുള്ളതൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. അവർ വളരെ ലൈറ്റായിട്ട് ജീവിച്ചു പോയിട്ടുള്ള കുറേ കാലം ബുദ്ധമതത്തിൻ്റെ കയ്യിലിരുന്നു. 5-ാം നൂറ്റാണ്ട് വരെയൊക്കെ ബുദ്ധമതത്തിൻ്റെ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രൈബ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. എന്താണ് അവിടെ ഒരു വിദ്യാഭ്യാസ രീതി? നമ്മളെ ഇന്ത്യൻ രീതിയാണോ, അത് വ്യത്യസ്തമായ രീതിയിൽ ഉള്ളൊരു സമ്പ്രദായമാണോ അവിടെ? ശരി, ഞാനിവിടുന്ന് പോകുന്നത് ഇവിടുത്തെ DPP ട്രെയിനറൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ശരിക്കും നമ്മളിവിടുത്തെ ആക്ടിവിറ്റി ബേസ് സെൻറ്റേഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസാണ് അവിടെ ഉള്ളത്. ഇവിടെ അത് വരുന്നതേ ഉള്ളൂ. ഇവിടെ അതിനെതിരെ ഭയങ്കര വർക്ക്ഷോപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ UNDP ഫണ്ടിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കേംബ്രിഡ്ജ് സിലബസാണ്, IGSE സിലബസിലാണ് ഓടുന്നത്. അപ്പം ചെറിയ കുട്ടികളെ അവരെ അങ്ങനെ നോക്കും. ശരിക്കും അതൊരു ആക്ച്വൽ എഡ്യൂക്കേഷൻ സെൻറ്ററായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. AEC പറയും. പക്ഷെ നല്ലൊരു സെൻറ്ററാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എന്താണോ എഡ്യൂക്കേഷണൽ രീതി നമ്മൾ വേൾഡ് വൈഡിലുള്ളത് അതിൻ്റെ കറക്റ്റ് ക്രോസ് സെക്ഷനിലാണ് പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഇംഗ്ലീഷൊക്കെ പാസ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ ഒരാളെയൊക്കെ പാസ്സാക്കുന്ന ഒരു മാഷ് പറഞ്ഞാൽ അവിടുത്തെ കിങ്ങാണ് ഇംഗ്ലീഷിൽ എസ്പെഷ്യലി. പിന്നെ ടീച്ചേഴ്സിന് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ ടീച്ചേഴ്സ് കമ്പൽസറി പഠിക്കണമല്ലോ. അവർക്ക് അങ്ങനെയില്ല. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ, ആ അധ്യാപകനെ ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻസ് എടുത്ത് പഠിക്കാം. അപ്പോൾ നമ്മളെ മുകളിൽ പ്രഷർ വരും. ബിക്കോസ് ആരും നമ്മളെ വിഷയം എടുത്തിട്ടില്ലെങ്കിൽ അവർ ചോദിക്കുമല്ലോ, എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത് മോശമായിട്ടാണല്ലോ, എന്താ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോശമായിട്ടാണല്ലോ, ടീച്ചർ എടുക്കുന്ന പൊളിറ്റിക്സ് സയൻസ് എന്ത് പഠിക്കുന്നു, ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നു, യു ആർ നോട്ട് സ്റ്റഡിങ് എക്കണോമിക്സ്. അപ്പോൾ നമ്മളെ മുകളിൽ പ്രഷർ വരും സ്വാഭാവികമായിട്ടും. പിന്നെ ഒരു 3-tier സിസ്റ്റമാണ്. എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ക്ലാസ്സസൊക്കെ ഭയങ്കര പക്ക 20 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മുടെ മുകളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും കലക്റ്റായിട്ട്. നമ്മൾ 5 ടീച്ചേഴ്സും സൂപ്പർവൈസർ ഉണ്ടാവും. സൂപ്പർവൈസറുടെ മുകളിൽ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും. 3-4 ഹെഡ് മാസ്റ്റർമാരുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നുള്ളതിൻ്റെ ഹെഡ് മാസ്റ്റർ, അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ, സിംഗിൾ മാൻ. ആ സിസ്റ്റം ടയർ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഇപ്പോൾ എന്ത് വിഷയം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ മുകളിലേക്ക് റിപ്പോർട്ടായിട്ട് പോകും. സിസ്റ്റമാറ്റിക്കാണ്, വളരെ സിസ്റ്റമാറ്റിക്കാണ്. നമ്മളിവിടുത്തെ അധ്യാപകരെ ഒരു പോലീസ് റൂളൊന്നും അവിടെ ഇല്ല. പരീക്ഷയ്ക്ക് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പുറത്തിരിക്കണം, കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുക. നിങ്ങളുടെ ശബ്ദം കൊണ്ടൊന്നും അവരുടെ എഴുത്തിനൊന്നും ബാധിക്കാൻ പാടില്ല. അവർ ജസ്റ്റ് നമ്മളെ കൈവന്തിക്കുന്നു, നമ്മൾ പേപ്പർ അവർ കൊണ്ട് കൊടുക്കുന്നു, തിരിച്ച് അതേ സീറ്റിൽ വന്നിരിക്കുന്നു. കോപ്പി അടിക്കാൻ തന്നെ പറ്റുന്ന ചോദ്യങ്ങളില്ല. പിന്നെ കോപ്പി അടിക്കുന്ന വിഷയങ്ങളില്ലല്ലോ. നല്ല അഡ്വാൻസ്ഡ് ചോദ്യങ്ങളായിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഏറ്റവും ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, കുട്ടികളെ നോക്കാൻ പാടില്ല. മീൻസ് അവരെ യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവരെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് യു ആർ സ്റ്റെയറിങ് അറ്റ് എസ് എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മളെ കണ്ണെന്ന് വെച്ചാൽ യുവർ ഐസ് ആർ റെഡിഷ്, നമ്മൾ കണ്ണ് ചോപ്പിച്ച് നോക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മളെ എന്ത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ഗുരുസങ്കല്പത്തെയൊക്കെ മാറ്റി അവിടെ വെച്ച് നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാത്രമേ അവിടെ സസ്റ്റെയിൻ അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റാത്ത ആൾക്കാരൊക്കെ തിരിച്ചു പോകും. വലിയ പ്രയാസമാണ്. ആൾക്കാർ ടീച്ചേഴ്സിനെ അവിടെ നിന്ന് പഴയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ രീതിയിലാണ് ലാലിൻ്റെ വിവരണം. ചെറിയ വാചകങ്ങൾ, വളരെ ഹ്രസ്വമായ ഖണ്ഡികകൾ, വളരെ തൊട്ട് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിന്ന് ആരോ പറയുന്ന പോലുള്ളൊരു ഒഴുക്കാണ് ഈ പുസ്തകത്തിനുള്ളത്.
വളരെ ഒരു പാരഗ്രാഫിൽ തന്നെ പല പാസേജുകളുണ്ട്. ഒരു പാസേജ് 2 ലൈനൊക്കെ ഉള്ള പാസേജുകളുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ചെറുഖണ്ഡം പോലെ, വലിയ അനുഭവത്തിൻ്റെ ഒരു ചെറുഖണ്ഡം പോലെ അത് നമ്മളെ ടച്ചിങ്ങുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനതിൽ എഴുതിയിട്ടുണ്ട് ബിഷപ്പിൻ്റെ 2 ഉത്സവങ്ങൾ. ഇപ്പം നമ്മളിപ്പം വിശന്ന് നിൽക്കുമ്പം ആ സമയത്ത് നോമ്പ് സമയത്തൊക്കെ നമ്മൾ വിശന്നിട്ടാണ് നിൽക്കുക, പക്ഷേ മറ്റേത് അത് ഉത്സവമാണ്, ബിഷപ്പിൻ്റെ ഉത്സവമാണ് അവർ ചെയ്യുന്നത്. നമ്മളും ബിഷപ്പിൻ്റെ ഉത്സവം തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ സെൻറ്റൻസുകളാണ്. വേഗം ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആരും ഈ എഴുതുന്നത് പോലെ സംസാരിക്കാറില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് അറ്റാച്ച് ആവുന്നത് ഈ ചെറു സംസാരങ്ങളുടെ ഒരു ഭംഗിയായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു സംസാരങ്ങൾ, കുഞ്ഞു കുഞ്ഞു വാക്കുകളുടെയും കുഞ്ഞെഴുത്തുകളിലൂടെയാണ് ശരിക്കും ഏറ്റവും പെട്ടെന്ന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എത്തുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവണം അങ്ങനെ സംഭവിച്ചത്. ഇത് എഴുതിപ്പോയപ്പോൾ അങ്ങനെ വന്നതാണ്. അങ്ങനെ പർപ്പസ്ഫുള്ളി ചെറു സെൻറ്റൻസിലാക്കാൻ വേണ്ടി എഴുതിയല്ല. പക്ഷേ എഴുതുമ്പോൾ എനിക്ക് തോന്നിയത് ആ എഴുത്തിൽ നീട്ടിപ്പറഞ്ഞ് ഒരു കാര്യം ഫലിപ്പിക്കേണ്ടതെന്ന് തോന്നിയതുകൊണ്ട് ആ ചെറു സെൻറ്റൻസിൽ തന്നെ കാര്യങ്ങൾ മാക്സിമം എഡിറ്റ് ചെയ്ത ഒരു വേർഷനിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മളിങ്ങനെ അവിടെ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിന്നെ നമ്മളെ ദ്വീപിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു രാവിലേക്ക് ആകുമ്പം പുലർച്ചെ മലബാർ എക്സ്പ്രസ്സിന് തിരുവനന്തപുരത്ത് പോകണമില്ല. അപ്പോൾ അവിടെ ഏകദേശം തന്നെ മാലിദ്വീപിൻ്റെ ദൂരത്ത് കാണാൻ പറ്റും. അപ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ പെട്ടെന്ന് കടൽ ചുഴിപ്പെട്ടിട്ട് അങ്ങോട്ട് പോകും. ആ ഒരു സീൻ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കാം. ഇന്നലെ രാത്രിയിലെ കടലിൻ്റെ പെരുമ്പട മുഴക്കം തലച്ചോറിൽ വറ്റാതെയുണ്ട്. ബോട്ടിൽ ജീവനു വേണ്ടി തൂങ്ങിയാടിയ മണിക്കൂറുകൾ, നിലവിളികൾ, ഛർദിയുടെ മണം, ഇപ്പോഴും പറ്റി നിൽക്കും കരിമ്പച്ചക്കടൽ. നട്ടപ്പാതിര, വിജനതയിൽ സ്വയം നഷ്ടമാവുന്ന ആത്മാവിൻ്റെ പൂമ്പാഞ്ഞു കുഞ്ഞുങ്ങൾ. താഴുന്ന ബോട്ടിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിഞ്ഞ വീട്ടിലേക്ക് വാങ്ങിക്കൂട്ടിയ സമ്മാനപ്പൊതികളുടെ സങ്കടങ്ങൾ. ഉപ്പുകാറ്റേറ്റ് കണ്ണിൽ വരണ്ട പാടായി ഉറഞ്ഞു നിന്ന കണ്ണീർത്തുള്ളികൾ. മരണം അടുത്തെത്തി വിളിക്കുമ്പോൾ മാത്രം വരുന്ന മാനസാന്തരങ്ങൾ, ഏറ്റുപറച്ചിലുകൾ. നിന്നെ ഞാനേറെ സ്നേഹിച്ചിരുന്നെന്ന് ഒരിക്കൽ കൂടി അവളുടെ മനസ്സറിയും വരെ പറയാൻ കൊതിക്കും. തിരിച്ചിനി വരില്ലെന്ന് ആണിയിടും. ഒരു തവണ കൂടെ ദേവുവിൻ്റെ എൻ്റെ കൽബിലെ വെണ്ണിലാവ് പാട്ട് കേൾക്കും. ഒരു നിമിഷാർത്ഥത്തിൽ ചുറ്റും പടർന്ന ഇരുട്ടിലൂടെ നക്ഷത്രങ്ങൾ ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുന്ന കാഴ്ചയുടെ ഓളങ്ങൾ ബോട്ടിൽ മറയുന്ന കടജലത്തിൽ കാണും. അപ്പർ ഡെക്കിലെ ക്യാപ്റ്റനോട് രക്ഷപ്പെടുമോയെന്ന് വെറുതെ ചോദിച്ച ചോദ്യം പാതിയാവും മുമ്പ് അഴിഞ്ഞു വീണ താർപ്പായ ചരടിൽ ഉത്തരമൊളിപ്പിക്കും. ഇറുകിപ്പിടിച്ച് ചുവന്ന കൈവെള്ളയിലേക്ക് ഉപ്പുവെള്ളം ഊർന്നു പോവാതെ നിർത്തി മുറിവിൻ്റെ നീറ്റലണയ്ക്കും. പേടിയിൽ ഊതിത്തീർത്ത മാൾബറോ കൈപൊള്ളിക്കും. ഉപ്പുവെള്ളം നനച്ച കുപ്പായത്തിൻ്റെ ഈർപ്പം മരണത്തിൻ്റെ ഓർമ്മ പോലെ ഒട്ടി നിൽക്കുമ്പോൾ വെറുതെ ഉറക്കെ സംസാരിച്ചു പോവും. ആരായാലും കുറച്ചു ചവിട്ടി നിൽക്കാൻ ഭൂമി കിട്ടിയ ആശ്വാസം.